ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും. അപ്പോൾ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ സ്ഥിര മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ്സ്. മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവോൾവ്സ് allocation of a firm's capital to different projects or assets with long-term implications for the business. These decisions are called investment decisions or capital budgeting decisions. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ്, അല്ലെങ്കിൽ ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപത്തിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ സ്ഥിര മൂലധനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥിര മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാല ആസ്തികളിൽ നടത്തുന്ന നിക്ഷേപത്തിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ദീർഘകാല ആസ്തികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാകാം? ദീർഘകാല സ്ഥിര ആസ്തികളായിട്ടുള്ള ഭൂമി, ലാൻഡ് എന്ന് പറയുന്നതാകാം, കെട്ടിടം അഥവാ ബിൽഡിംഗ് ആകാം, പ്ലാന്റ് ആകാം, മെഷീനറി ആകാം. ഇതുപോലെയുള്ള ചില ദീർഘകാല ആസ്തികളിൽ പണം നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ഥിര മൂലധനം അഥവാ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീർഘകാല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയും ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ദീർഘകാല സ്ഥിര ആസ്തികളായിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിങ് അഥവാ ഭൂമിയും കെട്ടിടവും, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതുപോലെയുള്ളതിൽ പണം നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ സ്ഥിര മൂലധനം അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീർഘകാല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയും സ്ഥിര മൂലധനം അഥവാ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇനി മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവോൾവ്സ് അലോക്കേഷൻ ഓഫ് എ ഫേംസ് ക്യാപിറ്റൽ ടു ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഓർ അസറ്റ്സ് വിത്ത് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ബിസിനസ്. ദീസ് ഡിസിഷൻസ് ആർ കാൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഓർ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയും. അതായത് സ്ഥിര മൂലധന മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രൊജക്റ്റുകളിലും ആസ്തികളിലും പണം വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് പ്രവർത്തനത്തിനെയാണ് നമ്മൾ സ്ഥിര മൂലധന മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അഥവാ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റുകളിലും ആസ്തികളിലും പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് പ്രവർത്തനമാണ് ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അഥവാ സ്ഥിര മൂലധന മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിര മൂലധനത്തിൽ നിക്ഷേപിക്കാനുള്ള തീരുമാനങ്ങളെ നമുക്ക് എന്ത് പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നിക്ഷേപ തീരുമാനങ്ങളെന്നോ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നോ പറയാം. അപ്പോൾ അതാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപത്തിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീർഘകാല ആസ്തികൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് അല്ലെങ്കിൽ ഭൂമിയാകാം, ബിൽഡിംഗ് ആകാം, ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, അതുപോലെ തന്നെ എന്താകാം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകാം, പ്ലാന്റ് ആകാം, മെഷീനറി ആകാം. അതുപോലെയുള്ള ദീർഘകാല ആസ്തികളിലോ ദീർഘകാല പ്രൊജക്റ്റുകളിലോ പണം നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്ഥിര മൂലധനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീർഘകാല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയും ഈ സ്ഥിര ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്ഥിര മൂലധനം എന്നുള്ളത് ആവശ്യമാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രൊജക്റ്റുകളിലും ആസ്തികളിലും പണം വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നും ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നും വിളിക്കാം. അപ്പോൾ എന്തായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കറൻറ്റ് ആസ്തികളിൽ നിക്ഷേപിക്കുന്ന മൂലധനത്തിനെ നമുക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മൂലധനത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കറൻറ്റ് ആസ്തികളിൽ നിക്ഷേപിക്കുന്ന മൂലധനത്തിനെ നമുക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. അതിൽ ഏതൊക്കെയാകാം? കറൻറ്റ് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കയ്യിലുള്ള പണം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിലുള്ള പണം, പിരിച്ചെടുക്കേണ്ട പണം, അല്ല ബില്ലിൻ്റെ പണം കിട്ടാനുള്ളത്,
റിസീവബിൾസ്, ബിൽസ്, റിസീവബിൾസ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് ആസ്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ആസ്തികൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബിൽസ്, റിസീവബിൾസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കറണ്ട് ആസ്തികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റിൻ്റെ കറണ്ട് ലയബിലിറ്റിയുടെ മുകളിലുള്ള എക്സസിനെയാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ബാധ്യതകൾ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡ് ആണ്. അതേപോലെ തന്നെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം പീരീഡ് ആണ്. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. കറണ്ട് ലയബിലിറ്റികൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? അസറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ലയബിലിറ്റി എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയായിരുന്നു? ഡെപ്റ്റേഴ്സ്, ബിൽസ്, റിസീവബിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അസറ്റുകളെങ്കിൽ കറണ്ട് ലയബിലിറ്റി പ്രധാനപ്പെട്ടത് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇനി എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് റിമെയിൻസ് ഇൻ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 year, യൂഷ്വലി ഫോർ മച്ച് ലോങ്ങർ. എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്, എക്സെട്ര. Decisions to invest in fixed assets must be taken carefully as the investment is usually quite large. Such decisions once taken are irrevocable at a huge loss. Such decisions are called capital budgeting decisions. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് നോക്കാം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് റിമെയിൻസ് ഇൻ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 year. ഒന്നിൽ കൂടുതൽ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് ബിസിനസ്സിൽ നിലകൊള്ളുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ എന്തായിരിക്കും? ലോങ്ങർ പീരീഡ് അല്ലെങ്കിൽ ദീർഘകാല പീരീഡിലേക്ക് ബിസിനസ്സിൽ നിലകൊള്ളുന്ന അസറ്റുകളെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. അതിന് ഉദാഹരണമാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഭൂമി, കെട്ടിടം, മെഷീനറികൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടാം. കാരണം അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലോങ്ങർ പീരീഡ് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അസറ്റുകളാണിത്. ഡിസിഷൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളിൽ നിക്ഷേപിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മസ്റ്റ് ടേക്ക് കെയർഫുള്ളി ആസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ക്വൈറ്റ്ലി ലാർജ്. പൂർണ്ണമായിട്ട് മാനേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ അതിൽ നിക്ഷേപിക്കുന്ന തുക എന്തായിരിക്കും? കറണ്ട് അസറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. Such decisions once taken are irrevocable at a huge loss. വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങളായിട്ട് മാറും. ഒരു ഹ്യൂജ് ലോസ് ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തിയിട്ടുള്ള നിക്ഷേപം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായിട്ട് മാറും. സച്ച് ഡിസിഷൻസ് ആർ കാൾഡ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. അത്തരത്തിലുള്ള ഡിസിഷനുകളെ നമുക്ക് എന്തും പറയാം? ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ സ്ഥിര ആസ്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദോസ് അസറ്റ്സ് വിച്ച് റിമെയിൻസ് ഇൻ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 year, യൂഷ്വലി ഫോർ മച്ച് ലോങ്ങർ. എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്, എക്സെട്ര. ഡിസിഷൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് must be taken carefully as the investment is usually quite large. Such decisions once taken are irrevocable at a huge loss. Such decisions are called capital budgeting decisions. എന്താണ് കറണ്ട് അസറ്റ് എന്ന് നോക്കാം. അടുത്ത് നമുക്ക് എന്താണ് കറണ്ട് അസറ്റ് എന്ന് നോക്കാം. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് which in the normal routine of the business get converted into cash or cash equivalents within 1 year. Example, inventories, debtors,
bills receivables, etc. Current assets are usually more liquid but contribute less to the profits than fixed assets. Current assets are liquid in nature. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് അല്ലെങ്കിൽ താൽക്കാലിക ആസ്തികൾ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഇൻ ദ നോർമൽ റുട്ടീൻ ഓഫ് ദ ബിസിനസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ക്യാഷിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓർ ക്യാഷ് ഇക്വാലൻസ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ്, അല്ലെങ്കിൽ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷിന് തുല്യമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. കറണ്ട് അസറ്റുകളിൽ പ്രധാനമായിട്ട് ഏതെല്ലാം അസറ്റുകൾ വരുന്നത്? ഒന്ന് ഇൻവെൻറ്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ, സ്ഥാപനത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾസ്, ഇതാണ് പ്രധാനപ്പെട്ട കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത്. ഇൻവെൻറ്ററീസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ് എക്സെട്ര. കറണ്ട് അസറ്റുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആർ യൂഷ്വലി മോർ ലിക്വിഡ് ബട്ട് കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ പ്രോഫിറ്റ്സ് ദാൻ ഫിക്സഡ് അസറ്റ്സ്. കറണ്ട് അസറ്റുകൾ കൂടുതലും ലിക്വിഡായ അവസ്ഥയിലുള്ളത്, അല്ലെങ്കിൽ ദ്രവത്വം എന്നുള്ള പ്രത്യേകത കറണ്ട് അസറ്റുകൾക്കുണ്ട്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്നർത്ഥം, അല്ലെങ്കിൽ ക്യാഷിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതെന്നർത്ഥം. പക്ഷേ ഫിക്സഡ് അസറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കറണ്ട് അസറ്റ് പ്രോഫിറ്റിലേക്ക് വളരെ കുറച്ച് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് അസറ്റുകളാണ് കൂടുതൽ പ്രോഫിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കറണ്ട് അസറ്റുകളുടെ പ്രോഫിറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും താരതമ്യേന ഫിക്സഡ് അസറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ബട്ട് കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ പ്രോഫിറ്റ്, പ്രോഫിറ്റിലേക്ക് വളരെ കുറവാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. കറണ്ട് അസറ്റ്സ് ആർ മോർ ലിക്വിഡ് ഇൻ നാച്ചർ. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ലിക്വിഡ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം എന്താണ് ലിക്വിഡിറ്റി എന്ന് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി അല്ലെങ്കിൽ ദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അത് കറണ്ട് അസറ്റുകളുടെ ഒരു പ്രത്യേകതയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് ആൻ അസറ്റ് ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് ഈസിലി. ഒരു അസറ്റിനെ ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എബിലിറ്റി ഓഫ് എൻ അസറ്റ്, അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ പ്രത്യേകതയാണ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ് ഈസിലി. ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അസറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ലിക്വിഡിറ്റി ആർ ഫോളോസ്. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ കറണ്ട് അസറ്റിന് താഴെ പറയുന്ന ചില എക്സാമ്പിളുകളുണ്ട്. അതിൻ്റെ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്താണ് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്, കൈവശമുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലുള്ള ക്യാഷ്. രണ്ടാമത്തേത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മൂന്നാമത്തേത് ബിൽസ് റിസീവബിൾസ്. നാലാമത്തേത് ഡെപ്റ്റേഴ്സ്. അഞ്ചാമത്തേത് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻ്ററി, അല്ലെങ്കിൽ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കറണ്ട് അസറ്റുകൾ ഓരോന്നും നമുക്ക് എക്സാമ്പിൾ പറയുന്ന 8 തരത്തിലുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് നോക്കാം. അപ്പോൾ കറണ്ട് അസറ്റ് എന്താണെന്ന് മനസ്സിലായി. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് ആകാം, ബിൽസ് റിസീവബിൾസ് ആകാം, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആകാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ക്യാഷിലേക്ക് എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനുള്ള ഒരു അസറ്റിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് നോക്കാം. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദീസ് ആർ പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻസ് വിച്ച് ആർ ഡ്യൂ ഫോർ പേയ്മെൻറ്റ് വിത്തിൻ 1 ഇയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, advance received from customers, etc. Management of fixed capital is important because long-term growth, large amount of funds involved, risk involved, irreversible decisions. Current liability എന്ന് പറഞ്ഞാൽ എന്താണ്? These are the payment obligations which are due for payment within 1 year. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മൂലധനമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആസ്തികളിൽ നിക്ഷേപിക്കുന്ന മൂലധനത്തിന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട
മൂലധന അല്ല ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ എന്ത് പറയും? കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. ഒരു വർഷത്തിനുള്ളിൽ കിട്ടാവുന്നതിനാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ആസ്തികളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ പീരീഡിനുള്ളിൽ നമുക്ക് ലഭിക്കാവുന്ന ആ ആസ്തികളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കാവുന്ന ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ബാധ്യതകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കറണ്ട് അസറ്റ്സ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ ടു ബി റിസീവ്ഡ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ റിസീവ് ചെയ്യുന്ന അസറ്റുകളെ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ, ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യേണ്ട ലയബിലിറ്റികളെ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്നും പറയും. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽസ് പേയബിൾ. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബിൽസ് പേയബിൾ വരുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരുന്നുണ്ട്, അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എക്സെട്ര. അതായത് കസ്റ്റമേഴ്സിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റികളായിട്ട് വരുന്നത്. ഇനി ലിക്വിഡിറ്റി എന്താണ് പറഞ്ഞു? ഒരു വർഷത്തിനുള്ളിൽ സ്വത്തുക്കളെ വളരെ വേഗത്തിൽ പണമാക്കി മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും എന്ന് നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൊത്ത പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ആസ്തികളുടെ മൊത്തം മൂല്യത്തിനെയാണ് നമ്മൾ മൊത്തം പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ആസ്തികളുടെ അല്ലെങ്കിൽ കറണ്ട് അസറ്റുകളുടെ മൊത്തം മൂല്യത്തിനെ നമുക്ക് മൊത്തം പ്രവർത്തന മൂലധനം എന്ന് പറയാം. അപ്പോൾ മൊത്തം പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ കറണ്ട് ആസ്തികളുടെ മൊത്തം മൂല്യത്തിനെയാണ് നമ്മൾ മൊത്തം പ്രവർത്തന മൂലധനം എന്ന് പറയാം. അപ്പോൾ അറ്റ പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ, കറണ്ട് ബാധ്യതയേക്കാൾ അധികമായുള്ള കറണ്ട് ആസ്തികളെയാണ് അറ്റ പ്രവർത്തന മൂലധനം എന്ന് പറയാം. കറണ്ട് ആസ്തികളാണ് കറണ്ട് ബാധ്യതയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അറ്റ പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അറ്റ പ്രവർത്തന മൂലധനം ഇസ് ഈക്വൽ ടു കറണ്ട് ആസ്തികൾ മൈനസ് കറണ്ട് ബാധ്യതകൾ. ഇനി സ്ഥിര മൂലധന മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എന്നൊരു 4 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ദീർഘകാല വളർച്ചയുണ്ട്. രണ്ടാമത്തത് വലിയ തുക ആവശ്യമുള്ളതാണ്. മൂന്നാമത്തത് നഷ്ടസാധ്യതയുള്ളതാണ്. നാലാമത്തത് തിരിച്ചെടുക്കാനാവാത്ത തീരുമാനങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ലോങ് ടേം ഗ്രോത്ത്. രണ്ടാമത്തത് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ്, റിസ്ക് ഇൻവോൾവ്, ഇർറിവേഴ്സിബിൾ ഡിസിഷൻസ്. അതിൽ ആദ്യത്തെ ദീർഘകാല വളർച്ച അല്ലെങ്കിൽ ലോങ് ടേം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദീർഘകാല ആസ്തികളിൽ പണം നിക്ഷേപിച്ചാൽ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഭാവിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാൽ ഇത് ബിസിനസ്സിൻ്റെ ദീർഘകാല വളർച്ചയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതായത് ദീർഘകാല ആസ്തികൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകളിൽ പണം നിക്ഷേപിച്ചാൽ അതിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവില്ല. അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത് കാലങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസറ്റുകളിൽ പണം നിക്ഷേപിക്കുമ്പോൾ ദീർഘകാല വളർച്ചയിൽ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവോൾവ്, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ വലിയ തുക ആവശ്യമുള്ളതാണ്. അതായത് ഒരു ദീർഘകാല അസറ്റുകളിൽ പണം നിക്ഷേപിക്കുമെന്ന തീരുമാനം എന്ന് പറയുന്നത് വലിയ തുക മുടങ്ങിക്കിടക്കാൻ ഇടയാക്കും. ഈ തീരുമാനം ദീർഘകാല പ്രൊജക്റ്റുകളിൽ വലിയ തുക മുടങ്ങിക്കിടക്കാൻ ഇടയാക്കുന്ന ഒരു പ്രവണത സൃഷ്ടിക്കും. മൂന്നാമത്തത് നഷ്ടസാധ്യത അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ് എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ട് നോക്കാം. സ്ഥിര മൂലധനത്തിന് കാലാവധി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള നഷ്ടസാധ്യതയെ സ്വാധീനിക്കുന്നു. സ്ഥിര മൂലധനത്തിന് കാലാവധി കൂടുതലായതുകൊണ്ട് തന്നെ അതിന് നഷ്ടസാധ്യതയും വളരെയധികം കൂടുതലാണ്. ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള നഷ്ടസാധ്യത, അതിൻ്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലം ലഭിക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന നഷ്ടസാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ സ്ഥിര മൂലധനത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ നഷ്ടസാധ്യത സ്വാഭാവികമായിട്ടും പ്രവർത്തന മൂലധനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. നഷ്ടസാധ്യതയെ സ്വാധീനിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ നഷ്ടസാധ്യതയിലേക്ക് അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്തത് തിരിച്ചെടുക്കാനാവാത്ത തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ഇർറിവേഴ്സിബിൾ ഡിസിഷനാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദീർഘകാല ആസ്തികളിൽ പണം നിക്ഷേപിക്കാൻ ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നഷ്ടം സഹിക്കാതെ ആ തീരുമാനം തിരിച്ചെടുക്കാൻ സ്ഥാപനത്തിന് സാധിക്കില്ല. അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ കഴിയാത്തതാണ്. ഒരിക്കൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ നിക്ഷേപിച്ച തുക നമുക്ക് റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ആ നിക്ഷേപിച്ച തുകയിൽ നഷ്ടമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നഷ്ടം സഹിക്കാതെ ആ തീരുമാനം തിരിച്ചെടുക്കാനോ സ്ഥാപനത്തിന് സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും.
അതുകൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ദീർഘകാല വളർച്ച എന്നുള്ളത് അനലൈസ് ചെയ്യണം. വലിയ തുക ഉണ്ടാകും, വലിയ തുക ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ നഷ്ടസാധ്യത ഉണ്ടായിരിക്കും. തിരിച്ചെടുക്കാനാവാത്ത ഒരു തീരുമാനം കൂടിയാണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും കറൻറ്റ് അസറ്റ് എന്താണെന്നും കറൻറ്റ് ലയബിലിറ്റി എന്താണെന്നും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്നും ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദീർഘകാല സ്ഥിര ആസ്തികളായ ഭൂമി, കെട്ടിടം, പ്ലാന്റ്, മെഷീനറി എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ സ്ഥിര മൂലധനം എന്ന് പറയുക. അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. ദീർഘകാല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ക്യാപിറ്റലിനെ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രൊജക്റ്റുകളിലും ആസ്തികളിലും പണം വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ സ്ഥിര മൂലധന മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദീർഘകാല വളർച്ച, അതായത് ദീർഘകാല ആസ്തികളിൽ പണം നിക്ഷേപിച്ചാൽ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഭാവിയിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ഇത് ബിസിനസ്സിൻ്റെ ദീർഘകാല വളർച്ചയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. വലിയ തുക ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം എന്നുള്ളത് ദീർഘകാല പ്രൊജക്റ്റുകളിൽ വലിയ തുക മുടങ്ങിക്കിടക്കാൻ ഇടയാക്കും. നഷ്ടസാധ്യത എന്ന് പറയാൻ കാരണം സ്ഥിര മൂലധനത്തിന് കാലാവധി വളരെ കൂടുതലാണ്. അതിനാൽ ഇത് ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള നഷ്ടസാധ്യതയെ സ്വാധീനിക്കുന്നു. തിരിച്ചെടുക്കാനാവാത്ത തീരുമാനങ്ങളാണ്. ദീർഘകാല ആസ്തികളിൽ പണം നിക്ഷേപിക്കാൻ ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നഷ്ടം സഹിക്കാതെ ആ തീരുമാനം തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻറ്റ് ആസ്തികളിൽ നിക്ഷേപിക്കുന്ന മൂലധനത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറയുക. ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മൂലധനത്തിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അത് ഏതൊക്കെയായിരിക്കും? ഒന്ന്, കയ്യിലുള്ള പണം അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്. പിന്നെ ബാങ്കിലുള്ള പണം അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. പിരിച്ചെടുക്കേണ്ട പണം അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്. ബില്ലിൻ്റെ പണം കിട്ടാനുള്ള അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ്. ഇനി ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ കറൻറ്റ് ബാധ്യതകൾ എന്ന് പറയും. അത് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ സ്വത്തുക്കളെ വളരെ വേഗത്തിൽ പണമാക്കി മാറ്റാനുള്ള കഴിവിനെ നമുക്ക് എന്ത് പറയാം? ലിക്വിഡിറ്റി എന്ന് പറയാം. കറൻറ്റ് ആസ്തികളുടെ കഴിവാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മൊത്ത പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ കറൻറ്റ് ആസ്തികളുടെ മൊത്തം മൂല്യത്തിന് നമുക്ക് മൊത്തം പ്രവർത്തന മൂലധനം എന്ന് പറയാം. മൊത്തം പ്രവർത്തന മൂലധനം ഇസ് ഈക്വൽ ടു കറൻറ്റ് ആസ്തികളുടെ മൊത്തം മൂല്യം. അറ്റ പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ കറൻറ്റ് ബാധ്യതയേക്കാൾ കറൻറ്റ് ആസ്തികൾ അല്ലെങ്കിൽ കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറൻറ്റ് അസറ്റുകളുടെ അളവ് കറൻറ്റ് ബാധ്യതയേക്കാൾ അല്ലെങ്കിൽ കറൻറ്റ് ലയബിലിറ്റിയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കറൻറ്റ് അസറ്റുകളാണ് കറൻറ്റ് ലയബിലിറ്റിയേക്കാളും കൂടുതലെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അറ്റ പ്രവർത്തന മൂലധനം എന്ന് പറയും. പിന്നെ ഇതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലോങ് ടേം ഗ്രോത്ത് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഇർറിവേഴ്സിബിൾ ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഡിസിഷൻസ് കൂടിയാണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.